പ്രിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ്റെ ഇന്നത്തെ ഒരു പത്രസമ്മേളനം വളരെ കൗതുകം പകരുന്നതായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച വളരെ തമാശയായിട്ടും അല്ലാതെയുമൊക്കെ വളരെ കോൺഫിഡൻ്റായിട്ട് സംസാരിച്ചത് എല്ലാവരും കണ്ടതാണ്. ഒരു വാർത്തയാണ് അതിന് ആധാരം. വാർത്ത എന്താണ്? അദ്ദേഹത്തിനെതിരെ 7 വർഷം മുമ്പ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണം, പുനർജനി എന്ന പേരിലുള്ള വീട് നിർമ്മിച്ച് നൽകുന്നത് സംബന്ധിച്ച ഒരു ആരോപണം. ആ ആരോപണം 2 തവണ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതാണ്. കോടതികൾ തള്ളിക്കളഞ്ഞതാണ്. വിജിലൻസ് തന്നെ അന്വേഷണം ഉപേക്ഷിച്ചതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ശേഷിക്കെ ഇപ്പോൾ മറ്റ് വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനോട് കൂടെ ഒരു കേസ് കൂടെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം അന്വേഷിച്ച് CBIക്ക് വിട്ടുകൊണ്ട് ഒരു വാർത്ത ഉണ്ടാക്കാമെന്നുള്ള ഭരണകക്ഷിയുടെ വളരെ മോശപ്പെട്ട ഒരു തീരുമാനം ആണ് ഇന്ന് വാർത്തയായിട്ട് വന്നത്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം വളരെ തമാശ. എനിക്ക് തോന്നുന്നു ശ്രീ വി.ഡി. സതീശൻ ഇത്രയും തമാശ പറയുന്നത് നമ്മൾ മുമ്പ് കേട്ടിട്ടുമില്ല. വളരെ ഗൗരവമുള്ള ഒരാളാണ്. CPN-ൽ എന്താണ് ആ കേസിന്റെ പശ്ചാത്തലം? എന്താണ് എന്താണ് അതിൻ്റെ? 2018 വെള്ളപ്പൊക്കം അതുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്തം, അത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പണം കണ്ടെത്താനുള്ള ഒരു പദ്ധതി, ഇംഗ്ലണ്ടിലെ പ്രവാസി മലയാളികളിൽ നിന്ന് പണം കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായി. അങ്ങനെ കുറേ പണം, അത് കണക്കുകൾ പറയുന്നത് ഏതാണ്ട് 20 ലക്ഷം രൂപയോളമേ വരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പണം മനസ്സിലാക്കുക. അതെ, എനിക്ക് കണക്കുകൾ നോക്കിയപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ വാർത്ത. എങ്കിലും അങ്ങനെ ആ പണം വന്നതുമായി ബന്ധപ്പെട്ട് വിദേശ നാണയ വിനിമയ ലംഘനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതാണ് ഒരു സാധ്യത എന്ന് മനസ്സിലാക്കി ഒരു ആരോപണം ഉണ്ടാകുന്നു. സ്വാഭാവികമായി വിജിലൻസ് ആ കേസ് കയ്യിലേക്ക് എത്തുന്നു. അപ്പോൾ അന്ന് ഈ വിഷയത്തിൽ വളരെ ഇടതുപക്ഷത്തിന് വേണ്ടി വലിയ തരത്തിൽ സംസാരിച്ചത് PV അൻവറാണെന്നുള്ളത് വേറൊരു പ്രത്യേക ഒരു തമാശയാണ്. എങ്കിലും അത് ആദ്യം വിജിലൻസ് ഇതിൻ്റെ ഗൗരവം വലുതായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നു, മാറ്റിവെക്കുന്നു. വീണ്ടും എന്നാൽ വിജിലൻസ് അന്വേഷിക്കുന്നു. പിന്നെ വിജിലൻസ് അന്വേഷിച്ച് കഴിഞ്ഞ് വിജിലൻസ് ഇതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും അപകടകരമായ നിയമലംഘനം നടന്നു എന്ന് അവർ കണ്ടെത്തിയില്ല. പക്ഷേ വേണമെങ്കിൽ ഇത് CBIക്ക് അന്വേഷിക്കാം എന്ന് ഒരു കമൻറ്റ് ചെയ്തുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷണൽ ബെഞ്ചും ഇതിൽ വലിയ കാര്യമില്ല എന്ന് തള്ളിക്കളഞ്ഞൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിൽ തെളിവുകളോ മറ്റു കാര്യങ്ങളോ കോടതിയുടെ മുന്നിൽ പോലും എത്തിക്കാൻ കഴിയാത്ത ഇത് മാത്രമല്ല, അതൊരു ഈ പറയുന്നത് പോലെ ഒരു വലിയ അപകടകരമായ വിദേശ പണം സ്വീകരിക്കലുമായി ഒന്നും ബന്ധപ്പെട്ട സീരിയസ് പ്രശ്നമായി ഹൈക്കോടതിക്ക് പോലും തോന്നാത്തൊരു വിഷയം ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, നോക്കൂ, ഞാനത് ഈ ഒരു പശ്ചാത്തലം, കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്ന് കമ്പയർ ചെയ്യുന്നത് നോക്കൂ. ഇതിന് മുമ്പത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവർക്കുണ്ടായ ഒരു മുൻതൂക്കം ഇടതുപക്ഷത്തിന്, അതിന് തൊട്ടുമുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേടിയ ഇടതുപക്ഷം അതിനുശേഷം പടിപടിയായി, അതും വലിയ ചില ആരോപണങ്ങൾ കറങ്ങി നിൽക്കെ മറ്റൊരു സ്വർണ്ണക്കേസുമായി നിൽക്കെ പടിപടിയായി വന്ന് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലൊരു മുന്നേറ്റം, അതിനേക്കാളും മോശമല്ലാത്തൊരു മുന്നേറ്റം അവർക്ക് നിയമസഭയിൽ ഉണ്ടാക്കി. എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് അവർക്കൊരു പരാജയം ഉണ്ടായി. ആ പരാജയത്തിൽ നിന്ന് മടങ്ങി വരാൻ കഴിയാത്ത തരത്തിൽ അവരെ രാഷ്ട്രീയമായ അവരുടെ തീരുമാനങ്ങൾ പാളിപ്പോകുന്നു എന്നാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, അതിലേറ്റവും ഗൗരവതരമായി കാണേണ്ട ഒരു പ്രശ്നം. നമുക്ക് കേരളത്തിലെ ഭരണം അത്ര അങ്ങ് വളരെ കുത്തഴിഞ്ഞാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിട്ടയായ പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, അത്ര മോശമല്ല എന്ന് വേണമെങ്കിൽ ഒരു ഇടതുപക്ഷ സഹയാത്രികർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം CPM-നെ വിശേഷിച്ച സംശയത്തോടെ കാണാൻ കഴിയുന്ന ചില തീരുമാനങ്ങളും നിലപാടുകളും CPM-ന്റെ നേതൃത്വം വിശേഷിച്ച ശ്രീ പിണറായി വിജയൻ എടുത്ത ഒരു പ്രശ്നത്തെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം വിജയിച്ചു. അത് ഒരു വലിയ പ്രധാനപ്പെട്ട തിരിച്ചടിയായി മാറി നമുക്കറിയാം. പക്ഷേ ഇത് അംഗീകരിക്കാതെ ഇപ്പോഴും അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന പല ന്യായീകരണവും, വിശേഷിച്ച വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയൻ നടത്തുന്ന ഏത് ന്യായീകരണവും ഇവരെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകും. ആ കുഴപ്പം പരിഹരിക്കാനാണ് ശ്രീ വി.ഡി. സതീശനെതിരായി കേസ് നടത്തുന്നതെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടാകും. സതീശൻ പറഞ്ഞതെന്താണ്?
ഇങ്ങനെ എന്നെ സഹായിക്കുമെന്ന് കരുതിയില്ല. ഇങ്ങനെ എന്നെ സഹായിക്കുമെന്ന് കരുതിയില്ല. കാരണം ഈ 3 മാസത്തില് അദ്ദേഹം പറഞ്ഞ വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ 1-ാം പേജിൽ വന്നുകൊണ്ടിരുന്ന ഷഡ്ഡി കേസ് അകത്തേക്ക് പോകും. ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ എന്ത് ചെയ്യും, 1-ാം പേജിൽ കൊടുക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യും. ആ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം അത് ഷഡ്ഡി കേസ് എടുത്ത് അകത്ത് കൊടുത്തിട്ട് നിങ്ങൾ 1-ാം പേജിൽ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുമായിരിക്കും എന്ന് പറയുന്ന തരത്തിൽ, എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ഇതായിട്ട് മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഈ വിജിലൻസ് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തെന്നാ പറയുന്നത്. എന്താണ് വീണ്ടും അന്വേഷിക്കണമെന്ന് വിജിലൻസ് റിപ്പോർട്ട് ചെയ്തതെന്നും CBIക്ക് വിടണമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോലീസ് ഭരിക്കുന്നവരല്ലേ വിജിലൻസ് എന്ന് പറയുന്നത്. വിജിലൻസിൽ നിന്ന് ഒരു പേപ്പർ എഴുതി വാങ്ങുന്നതിന് ഒരു പ്രയാസമില്ല. പക്ഷെ അവർ ഇതിനകത്ത് അപകടം കണ്ടെത്തിയതുമില്ല. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ സ്വാഭാവികമായി വിജിലൻസിനെ കൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ വിജിലൻസിന്റെ ചീഫ് താല്പര്യം കാണിക്കേണ്ടതാണ്. അതൊരു രാഷ്ട്രീയമായ നിലപാടാണ്. അത് നടന്നില്ല. മാത്രമല്ല ഇന്ന് വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു, വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം അദ്ദേഹത്തോട് സംസാരിച്ച കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. സംസാരിച്ചതിൽ നിന്ന് ഇതിൽ ഒന്നുമില്ല എന്നും ഞങ്ങളിത് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണെന്നും ഒക്കെ അദ്ദേഹം ആരുടെ പേര് പറയുന്നില്ല, എന്താണ് കാര്യം പറഞ്ഞതെന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഫലത്തിൽ നിന്നാണ് ഇതൊരു ആയുധമാക്കുകയാണ് എന്നുള്ളത്. എന്ന് മാത്രമല്ല, നോക്കൂ, മറ്റൊരു CBI അന്വേഷണം ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ പ്രഖ്യാപിച്ചതും ഒരു ഇലക്ഷന് തൊട്ട് മുമ്പായിരുന്നു. ആ ഇലക്ഷനിൽ അത് വേണമെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് സഹായകരമായി എങ്കിൽ പോലും പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടിയെ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള CBIയുടെ റിപ്പോർട്ട് വലിയ തരത്തിലൊരു രാഷ്ട്രീയമായി തിരിച്ചടിയാണ് ഇടതുപക്ഷ മുന്നണിക്ക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയത്. അത് ഉമ്മൻചാണ്ടിയെ കരുവാക്കാൻ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കരുവാക്കാൻ ഒരു സ്ത്രീയെ ബന്ധപ്പെടുത്തി CBIക്ക് കേസ് വിട്ടതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു. അത് തകർന്നു പോയി എന്നും ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നിരിക്കെയാണ് തെരഞ്ഞെടുപ്പിന് ഇനി 2-3 മാസം ഇരിക്കെ മറ്റൊരു അന്വേഷണത്തിന് CBIക്ക് കാര്യങ്ങൾ കൈമാറുമ്പോൾ പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഉപയോഗിച്ചൊരു CBI അന്വേഷണത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരിക്കില്ല ഇതിൻ്റെ റിസൾട്ട് എന്ന് ജനങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ VD സതീശനെതിരായി ഓങ്ങിയ വാള് ഇവർക്ക് തന്നെ കൊള്ളുന്ന ഒരവസ്ഥയാണ്. ഇത് ആരാണ് ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത് ഇതിനെ സംബന്ധിച്ച്? അത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ വികാരം, അല്ലെങ്കിൽ ജനങ്ങൾ അത്ര മണ്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ? അവര് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാ രീതിയിലും വിശ്വസിച്ചല്ലേ അവർ കാര്യങ്ങൾ ചെയ്ത്. മാത്രമല്ല വിവേചന ശക്തിയും വിവേക ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകളല്ലേ നമ്മുടെ നാട്ടുകാർ. അവരിത് കണ്ണുടച്ചിട്ട് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് പ്രതിപക്ഷ നേതാവ് ഒന്നുമില്ലെങ്കിൽ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, പ്രതിപക്ഷ നേതാവിന്റെ ഒരു തൊപ്പിയിലെ ഒരു പൊൻതൂവൽ പോലെ വന്ന ഒരു വിജയമാണിത്. കാരണം അദ്ദേഹത്തിനെതിരെ ഒരുപാട് എതിർപ്പുകളും പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഗ്രൂപ്പിസവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ ഒരു വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സാമുദായിക സംഘടനകളുള്ള അദ്ദേഹത്തിന്റെ സമീപനം. സാമുദായിക സംഘടനകളുടെ അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന സമീപനത്തിന്റെ നേർ വിപരീതമാണ്. ഒരു സാമുദായിക സംഘടനകളോടും എനിക്ക് വിധേയത്വമില്ല, എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. വേറെ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടില്ല. അതെ, ഈ പറഞ്ഞു വന്നതിനകത്തൊരു വിഷയം നമ്മൾ വിട്ടുപോകാതിരിക്കാനാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് ഇതിനകത്ത് തിരുത്തൽ വരാൻ കഴിയാത്തതെന്നൊരു ചോദ്യമുണ്ട്. നോക്കൂ, പഴയ കാലത്ത് ശ്രീ VS അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറിയും നയനാർ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലത്ത് എങ്ങനെയായിരുന്നു ഒരു സർക്കാരിനെ തിരുത്താൻ അവരുടെ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാവും. തിരിച്ച് ശ്രീ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയുമായിരുന്ന കാലത്തും ഉണ്ട്. സ്വാഭാവികമാണ്. കാര്യം ഭരിക്കുന്ന ഒരാൾക്കും അവരുടെ ഗ്രൂപ്പിനും ക്യാബിനറ്റിനും ഞങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുമ്പോഴും പാർട്ടി അത് ആഭ്യന്തരമായി, അതെ, എന്ന് വെച്ചാൽ പാർട്ടി തന്നെ ഒരു പ്രതിപക്ഷത്തിന്റെ സ്വഭാവത്തിൽ കാര്യങ്ങളെ പുറത്തുനിന്ന് നോക്കിക്കാണുന്നു. അതിലേറ്റവും മിടുക്ക് കാണിക്കാൻ കഴിയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റുമാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടായി. അതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ച ചില പാളിച്ചകളെ സമയാസമയങ്ങൾ തിരുത്താൻ അവരെ പ്രാപ്തമാക്കി. ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ എളുപ്പത്തിൽ പിണറായിസം, പലപ്പോഴും അതങ്ങനെ പറയേണ്ടി വരും, അൻവറിസമാണ് പിണറായിസം കൊണ്ടുവന്നെങ്കിൽ പോലും പിണറായിസത്തിൻ്റെ അല്ലെങ്കിൽ പിണറായിയുടെ സമീപനങ്ങളെ തിരുത്താൻ കഴിയുന്ന ഒരു ശബ്ദവും ഇതിനുള്ളിൽ ഇല്ല എന്നൊരു ഒരു പൊതു വികാരം ജനങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ തിരുത്തൽ ആവശ്യമില്ല, ഞങ്ങളൊക്കെ ശരിയാണ് എന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മോശപ്പെട്ട ഫലത്തിന് ശേഷം ഇവർ പറയുന്നത്. അതിൻ്റെ ഈ തിരുത്തൽ നടത്താതെ വീണ്ടും വീണ്ടും ശരിയിൽ നിന്ന് ശരിയിലേക്ക് പോകുമ്പം ഇവർ തെറ്റിൽ നിന്ന് കൂടുതൽ തെറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ സംഭവിച്ച ഈ പ്രശ്നവും എന്ന് ഞാൻ മനസ്സിലാക്കും. അല്ല, എന്തായാലും ശ്രീ VD സതീശന്റെ പോരാട്ടം, VD സതീശൻ വളരെ പക്വതയോടുകൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. കാരണം അതിലത്
ഉം, ഒരു വിഷമവും അദ്ദേഹം ചോദിക്കും, മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പേടിച്ചു പോയി എന്ന് ചെന്ന് പറഞ്ഞേക്കാം, ഞാൻ പേടിച്ചു പോയി എന്ന് ചെന്ന് പറഞ്ഞേക്കാം. അങ്ങനെ പേടിക്കുന്ന ഒരാളെന്നല്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇതുപോലുള്ള ഷാബി ആയിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നതുകൊണ്ടൊന്നും ഇവിടുത്തെ ജനങ്ങൾ അത് ചെയ്യില്ല. അത് തിരിച്ചറിയണം. അല്ലാതെ വെറുതെ യഥാർത്ഥ നമുക്ക് പറ്റിയ അബദ്ധം എന്താണ്, ഞങ്ങൾക്ക് പറ്റിയ തെറ്റെന്താണ്, നമ്മൾ എന്താണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ വന്നിട്ടുള്ള പാളിച്ചകൾ എന്താണൊക്കെ എന്നൊക്കെ വിശകലനം ചെയ്ത് അത് തിരുത്തുന്നതിന് പകരം വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കുക മാത്രമല്ല, ആ തെറ്റുകൾ ശരിയാണെന്ന് പറയുകയും അത് ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. അത് ആരുടെ ഭാഗത്തു നിന്നായാലും അത് ഈ വിശാലമായ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.